കൈ കാണിച്ചാ നിന്റെ പാറു വെച്ചാ അപ്പൊ പാറു വേണ്ട കൂട്ടുകാരി അവളുടെ ബാഗിന്റെ ഉള്ളില് ബുക്കൊക്കെ വെക്കണം. പാറുവിൻ്റെ ബാഗിൻ്റെ ഉള്ള ബുക്കൊക്കെ വെക്കും കേട്ടോ. അവള് ചെറുതായിരുന്നപ്പോൾ തുടങ്ങി അവൾ അങ്ങനെ ശീലിപ്പിച്ചത് കൊണ്ടിട്ടാണ് അവൾ അങ്ങനെ ചെയ്യണേ കേട്ടോ. അപ്പോൾ ബുക്കൊക്കെ വെച്ചോളും. അതുപോലെ തന്നെ പാത്രമൊക്കെ നമ്മൾ എടുത്തു കൊടുത്താൽ മതി, അതൊക്കെ ബാഗിലേക്ക് വെച്ചോളും. അങ്ങനെയാണ് പറ ഉടുപ്പിട്ട് തരാ മിടിക്ക്. പാർക്കുട്ടിക്ക് ഇപ്പോൾ ഒരു 4 വയസ്സ് അല്ല സോറി 5 വയസ്സായിട്ടോ. ഈ മാസം 24-ാം തീയതി പറഞ്ഞ ബർത്ത്ഡേ 5 വയസ്സാവും പറഞ്ഞു. വിട്ടാ മേടിച്ചേട്ടാ. സ്പൈഡർമാൻ കേക്ക് വേണോ? പാറുന്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിച്ചേക്കണേ അല്ലേ പാറു? നമുക്ക് നോക്കാം. എടി കാപ്പിപ്പൂവിന്റെ അല്ല കാപ്പിച്ചെടിയുടെ പൂ കണ്ടിട്ടുണ്ടോ നീ? ആ കൂട്ടുകാരും കണ്ടാണല്ലോ, നമുക്ക് കാണിച്ചു കൊടുക്കാം വാ. അപ്പോൾ ഇതാണ് കേട്ടോ കാപ്പിച്ചെടി. ആ വെള്ള കളറിലെ പൂവ് നിൽക്കുന്നത് കണ്ടോ, അതാണ് കാപ്പിച്ചെടി. അപ്പോൾ പലരുടെയും വീട്ടിലുണ്ടാവുമല്ലേ, പക്ഷെ നമ്മുടെ പറവൂരോട്ടൊക്കെ ഞാനിത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി ഞാൻ ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. മുല്ലപ്പൂ പോലെയാണ് തോന്നുന്നത് കേട്ടോ, നല്ല ഭംഗിയുണ്ട് പൂവ് കാണാനായിട്ട്. ഇന്നലെ രാത്രിയൊക്കെ ഇതിൻ്റെ മുട്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. ഞാനത് നോക്കി തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ. ഇത് മുട്ടാണ്. മുല്ലപ്പൂവിൻ്റെ പോലെ ഉണ്ടല്ലേ, നോക്കട്ടെ പാറു. അതിനൊരു മണം നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് മൂക്കിലോട്ട് തുളഞ്ഞാണ്. ചെറിയ അതിൻ്റെ എനിക്ക് അത്ര ഇഷ്ടമായില്ല. നിനക്ക് ഇഷ്ടമായ മണം? ഇഷ്ടമായ? ആ കണ്ണൻ്റെ കയ്യിലുണ്ട്. വേണ്ട. നമ്മൾ കുറേ നാൾ മുമ്പ് സ്ഥലന്മാർ വന്നപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ കപ്പങ്ങ. ഇപ്പോഴാണ് അതിൽ കായ് ഉണ്ടായി തുടങ്ങിയത് തന്നെ. ഞങ്ങൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് മാറിയപ്പോൾ വന്നപ്പോൾ നട്ടതാണ്. അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഈ കപ്പങ്ങ, ഓമക്കാന്നൊക്കെ പറയുന്ന സംഭവം. പാറുക്കുട്ടിക്ക് ഈ പൂ കണ്ടപ്പോൾ തുടങ്ങിയ ഒരു ആഗ്രഹം തലയിൽ വയ്ക്കണത്. കാരണം മുല്ലപ്പൂവല്ലേ ഇരിക്കണേ. പിന്നെ അവളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പൂവ് തലയിൽ വെച്ച് കൊടുക്കാൻ വെച്ചേരാട്ടാ. മുല്ലപ്പൂവലി ഉണ്ടല്ലോ കണ്ടിട്ട്, ഇപ്പോൾ വെച്ചേരാ. കണ്ട ഗൈസ്, വേറെ തലയിൽ വെച്ചത് കണ്ണൻ നോക്കട്ടാ. കണ്ണൻ്റെ കയ്യിലുണ്ട് സാധനം. ഈ ചെടി ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പണ്ടൊക്കെ നമ്മൾ കയ്യിൽ ഇങ്ങനെ രക്തം വരണമെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മേനെയൊക്കെ പറ്റിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഞാനൊക്കെ ഒരുപാട് അമ്മയെ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അമ്മ അത് പറ്റിക്കപ്പെട്ടിട്ടൊന്നുമല്ല, അമ്മയ്ക്കറിയാം അമ്മ ഇതിലും വലിയ കള്ളിയായിരുന്നല്ലോ. ഉപയോഗിക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കൊള്ളില്ലാത്തൊരു വീഡിയോ കണ്ടായിരുന്നത്, നല്ലതല്ല വിഷമാണെന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നല്ല, നമ്മളിതൊക്കെ കയ്യിലൊക്കെ പെട്ടിരുന്നതല്ലേ, അറിഞ്ഞൂടാ. പിന്നെ കാക്കപ്പൂവ് നിൽപ്പുണ്ടല്ലേ. പാറു അങ്ങോട്ട് ദൂരോട്ട് ഉണ്ടാവും. പപ്പേനെ വിളിക്കായിരുന്നു അല്ലേ പോവാൻ സമയന്ന് അല്ലേ? എടാ അതിൻ്റെ ഇടയിലൊക്കെ പാമ്പൊക്കെ കാണും. കൈ കാണിച്ചേടാ നിന്റെ എന്താ ഡ്രസ്സിൽ വെച്ചേക്കല്ലേ. പഴം കഴിക്കാ എന്താ മോനെ, പഴം കഴിക്കാ. പപ്പേനെ വിളിക്കാം. കിളി എണ്ണാനൊക്കെ ഒച്ചെടുക്കണ ഒച്ചയുണ്ടല്ലോ. നമ്മൾ നിൽക്കുമ്പോൾ എവിടെയോ നന്നായിട്ട് കിളിയും എണ്ണാനൊക്കെ ഒച്ചിതാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നോക്കി പക്ഷെ കാണാൻ പറ്റിയില്ല, എല്ലാവരുടെയും അതും കൂടെ പിടിച്ചിടായിരുന്നു. കുഞ്ഞുങ്ങളല്ലടി കിളിയും എണ്ണാനും ഒക്കെ വെച്ചെടുക്കണാണ്. ആ പൂവില്ലേ, അയ്യോ ഇതിൻ്റെ ഒരു പേരുണ്ടായിരുന്നടി, വാടാമല്ലി. ഇത് പണ്ട് നമ്മുടെ ഓണപ്പൂക്കളൊക്കെ ഇടൂലേ, അപ്പൊ ഈ സാധനം ഇടും, വാടാമല്ലി പൂ. കുറ്റിപ്പൂവ് എല്ലോ. പണ്ട് അമ്മയുടെ വീട്ടിലൊക്കെ അത് ഒരുപാട് ഉണ്ടായിരുന്നു. അത് കൃഷി ചെയ്യണുണ്ട് ഈ പൂവൊക്കെ. അങ്ങോട്ട് പോകണ്ട. ഇതിന്റെ മുള്ളു കൊള്ളണം, നല്ലതല്ല. ബീഫ് കോഴിയോടാ
വേണ്ട, മറ്റേ ചെടി ഇവിടെ ഉണ്ട്. B4 അല്ല യൂഫോർബിയ, തെറ്റിപ്പോയി. എടാ നിന്റെ പുതിയ ഡ്രസ്സാട്ടോ, കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കണേട്ടാ, മേത്തൊക്കെ വീഴൂട്ടാ. നോക്കട്ടെ. മണം ഉണ്ടായിനി, നോക്കട്ടെടാ. അങ്ങനെ വലിയ മണമൊന്നുമില്ല. ഈ റോസ് അല്ലത്. പണ്ടൊക്കെ വീട്ടിൽ ഒരുപാട് 10 മണിപ്പൂ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ അങ്ങ് വാടിപ്പോവായിരുന്നു. പക്ഷെ ഇവിടെ നിൽക്കുന്ന ഈ പൂവുണ്ടല്ലോ, ഇത് കുറേ നേരം ഇങ്ങനെ വിടർന്ന് നിൽക്കും കേട്ടോ. നമ്മുടെ വീട്ടിലെ പോലെ വെയിൽ വരുമ്പോൾ അങ്ങ് വാടിപ്പോവൊന്നുമില്ല. ഇവിടെ വെയിൽ കുറവുള്ളൊരു കാലാവസ്ഥയാണ്, അതുകൊണ്ടായിരിക്കാം. ആ അതെ, അമ്മ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നില്ലായിരുന്ന സ്കൂളിൽ പോണു. ആ അതിൽ മീനില്ല. അത് ചേട്ടൻ പണ്ടെന്തോ മീനിട്ടിരുന്നതാണെന്ന് തോന്നണം, എനിക്കറിയില്ല. അങ്ങനെ എന്തോ കേട്ടതുപോലെ ഉണ്ട്. അല്ല, അത് മീൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് ഇങ്ങനെ ആക്കിയത്. എനിക്ക് അറിഞ്ഞൂടാട്ടാ. ആണോ? പിന്നെ 1 മിനിറ്റ് ഒന്നല്ല, നീ ഇന്ന് നേരത്തെ കുളിച്ച് റെഡി ആയിക്കണ പാറു. എന്താണ് അമ്മ വിളിച്ചൂടാ? പപ്പ ഇപ്പൊ വരാന്ന് പറഞ്ഞ്. വിളിക്ക്. പാറു നേരത്തെ റെഡി ആയിട്ട് നിന്നിട്ട് ഇതാണ് പരിപാടി. വിളിക്ക് വിളിക്ക് വിളിക്ക്. അല്ലേടാ? വിളിച്ചിട്ടുണ്ടടി. അവസാനം കാത്തിരുന്ന് പപ്പ എത്തിയിട്ടാ. പാറു നേരത്തെ കുളി കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിടക്കുണ്ട് ഇങ്ങനെ. കരിമുകളാണോ? ഉച്ചക്ക് വരുമല്ലേ? അങ്ങനെ പാറും പപ്പയും കൂടെ സ്കൂളിലേക്ക് പോയി. ഗൈസ്, എല്ലാ ദിവസവും പപ്പയാണ് കേട്ടോ പാറുവിനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കണതും തിരിച്ച് കൊണ്ടുവരണതും. ഇടയ്ക്ക് മാത്രമേ ഞാൻ പോവുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ കണ്ണനെയും കൊണ്ടുവന്നാക്കി. അവിടെ ഒരു